അരി എത്രയെന്ന് നോക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയാ. PRD പൈസ എടുക്കേണ്ടതല്ല പറയുന്നത്. PRD പൈസ എടുത്തിട്ട് നിങ്ങൾ പരസ്യം ചെയ്തോ. നിങ്ങളുടെ എന്താ പറയാ വികസന പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ വൻ പദ്ധതികൾ, അതൊക്കെ ജനങ്ങളെ അറിയിക്കുന്നത്. അത് അറിയിക്കാൻ നിങ്ങൾക്കില്ല. അതിന് പകരം നിങ്ങൾ ഇലക്ഷൻ പ്രചാരണം നടത്തുകയാണ്. അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെ ഒന്നും ഇല്ലേനി, ഞങ്ങളിപ്പോ അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കള്ളത്തരം പറഞ്ഞിട്ട് PRD ഉദ്യോഗസ്ഥന്മാരൊക്കെ അഴിയണം. അതിലേക്കാ പോകുന്നത് കേട്ടോ. ഈ പരസ്യം കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നു എങ്കിൽ, എന്നിട്ട് മറ്റേ ഇമോജിറ്റിക്കാണ് ഈ പരസ്യം കണ്ടിട്ടാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്ന്, ശത്രു സൈന്യത്തിൽ കടന്നുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെ, ശത്രു സൈന്യത്തിൽ കടന്നുകൂടി പ്രസ്ഥാനത്തെ വേരോടെ പിഴുതെറിയുക, അതാണ് ലക്ഷ്യം. അച്ഛനോട് ചെയ്തതിന് മകൻ പക തീർക്കുകയാണ്. അതാണ് നികേഷ് ചെയ്യുന്നത്. സത്യതാണ്. വേറെ ആൾ പറയുന്നു, ബിജു മാത്യു പറയുന്നു ശരിയാണ്, ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. നികേഷ് കുമാറിന് ഒരു കാര്യം കൂടി പത്രത്തിൽ കൊടുക്കാമായിരുന്നു. സോളാർ കേസും സരിതയുടെ പേരും മാണി സാറിന്റെ കോഴ കേസും അതെന്താ കൊടുക്കാഞ്ഞേ? ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാർക്കോഴ, മറ്റേ കോഴമാണി, നോട്ട് യന്ത്രം, അതിന്റെ പടമൊക്കെ കൊടുക്കണ്ടോ? എങ്ങനെ കൊടുക്കുക? ഓരൊക്കെ പെങ്ങളെ കൂടിയല്ലേ. കോഴമാണി ഇപ്പൊ നിങ്ങളെ കൂടെ, കോഴമാണിന്റെ മോന് ഇപ്പൊ നിങ്ങളെ കൂടെ. അപ്പൊ പിന്നെ അതൊന്നും പറയില്ല, അതൊന്നും കൊടുക്കില്ല. കേട്ടോ, അതാ പറഞ്ഞത്. ജനങ്ങൾക്ക് നല്ല ബോധം ഉയരുണ്ട്. ഖജനാവിൽ ദൂർത്തടിക്കാൻ അധികാരമുള്ളിടത്തോളം ഇതൊക്കെ നടക്കുമെന്നാണ് രാജേഷ് പറയുന്നത്. പിന്നെ കബീർ പറയുന്നു, ഇവൻ വെറും ഉണ്ടയില്ല വെടിക്കാരൻ. ഉണ്ടല്ലാത്തല്ല, ഉണ്ടുണ്ട്. പക്ഷെ നേരെ ഇങ്ങനെ ബൂമറാങ് മാരി വെക്കുന്ന വെടിയൊക്കെ നേരെ സ്വന്തം ആസനത്തിൽ അല്ലെ, സ്വന്തം അതിലാണ് കേറുക. ഇവൻ വെറും ഉണ്ടയില്ല വെടിക്കാരനാണ്. ആ പരസ്യം കൊണ്ട് ദോഷം എൽ ഡി എഫിനാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്ക്. ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ആ പരസ്യം കൊണ്ട് യഥാർത്ഥത്തിൽ പിണറായി വിജയന് കിട്ടേണ്ട വോട്ട് കുറെ പോയി. അതന്നെ, പിണറായി വിജയന് കിട്ടേണ്ട വോട്ട് കുറെ പോയി. ഇതുകൊണ്ടൊന്നും CPM രക്ഷപ്പെടില്ല. കൊള്ളയും അഴിമതിയും അമ്പലക്കൊള്ള മറയ്ക്കാനൊന്നും ഇത് പോരാ. ഇന്ന് സ്വകാര്യ കമ്പനികളാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. KSRTC ആരാണ് നശിപ്പിച്ചത്? കരീമും കൂട്ടരുമല്ലേ. വ്യവസായം പൂട്ടിച്ചത് ആരാണ്? ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും. നമ്മുടെ പടുമരം, നമ്മുടെ വ്യവസായം നശിപ്പിച്ചത് പിന്നെ എല്ലാവർക്കും അറിയാം. വ്യവസായം നശിപ്പിച്ചത് പടുമരമാണെന്ന്. പിന്നെ PK ശ്യാമള, നമ്മളെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ, വീണ്ടും മത്സരിക്കുകയാണ് തളിപ്പറമ്പില്. PK ശ്യാമള എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ആന്തൂർ സാജൻ അല്ലേ. ആന്തൂർ സാജൻ എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയുടെ മരണത്തിന് കാരണക്കാരിയായി PK ശ്യാമള. കാത്തിരുന്നോ? ഇപ്പം തന്നെ സഖാക്കൾ ഇറങ്ങിയിട്ടുണ്ട് PK ശ്യാമളിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ PK ശ്യാമള മതി എന്നാ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിന്റെ ഭാര്യ, ഈ പാർട്ടി സെക്രട്ടറിയും ഭാര്യ ഇല്ലെങ്കിൽ മക്കള്, കുടുംബവാഴ്ച. അതാണ് CPM. എന്നിട്ട് പറയും മറ്റേ കോൺഗ്രസ് ആണ് കുടുംബവാഴ്ച എന്ന്. പിന്നെ ഈ ആസനത്തിൽ ആല് മുളച്ച അതിന്റെ തണലിൽ കഴിയുന്ന CPMകാരോടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ഇതിന്റെ അടിയിൽ വന്ന ഈ കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാലേ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പെൻഷൻ വർദ്ധിപ്പിച്ച് പൈസ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ അല്ലേ ഈ പരസ്യം? കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ വോട്ടർമാരാണ്. നിങ്ങളുടെ ഒരു തരികിടയും കേരളത്തിൽ നടക്കില്ല സഖാക്കളെ എന്നാ പറയുന്നത്. എനിക്ക് തന്നെ പറയാനുള്ളത്, മോനെ കിണറേഷേ, അന്റെ ഒരു തരികിടയും ഇവിടെ നടക്കില്ല കേട്ടോ. പിന്നെ നീ ഇത് CPM പാറ വെക്കാനാണെങ്കിൽ നടക്കട്ടെ. CPM പാറ വെക്കാൻ നടക്കട്ടെ. അവന്റെ ആവശ്യമില്ല. ഇവിടുത്തെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങൾ നല്ല ബോധവും വിവരമുള്ള ആൾക്കാരാണ്. അവർ വളരെ കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അടുത്ത തവണ നിങ്ങൾ എങ്ങനെയാണോ ബംഗാളിൽ നിങ്ങൾ കുറ്റിയേറ്റ് പോയത്, എങ്ങനെയാണോ ത്രിപുരയിൽ, അതേപോലെ ഇതാ തുടങ്ങിക്കഴിഞ്ഞു. കണ്ണൂരിൽ കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ വൻ എന്താ പറയാ ഒഴുക്കാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്, CPMൽ നിന്ന് അട്ടപട്ടലം, പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. പാലക്കാട് PK ശശി ഇന്നലെ എന്താണ് അവിടുത്തെ ആരോന്നറിയോ? PK ശശി പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, കള്ളുകുടിയന്മാര്, കഞ്ചാവോളികള്, അതൊക്കെയാണ് നിങ്ങളെന്ന്. പിന്നെ എന്താ പറയാ മറ്റേ മാഫിയക്കാര്, ഇതൊക്കെയാണ് നിങ്ങളെന്ന് വിളിച്ചു പറയുകയാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള ആള്. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴയില് സഖാവ് സുധാകരൻ, സലാമിന്റെ, R നാസറിന്റെ എല്ലാം കഥകൾ ഇങ്ങനെ പുറത്ത് ജനം പാടുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതാ
കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ പാർട്ടി ഇങ്ങനെ അട്ടപട്ടലം പൊട്ടി വീഴുകയാണ് കേട്ടോ. നിങ്ങൾ എന്നിട്ട് ഇമാതിരി ഉഡായിപ്പ് പരസ്യം കൊണ്ട് വന്നാ എന്താ മക്കളെ ചെയ്യുക? ഇത്തിരിയെങ്കിലും കോമൺ സെൻസ് ഉണ്ടാവട്ടെ കേട്ടോ. അത്രേ പറയാനുള്ളൂ. മതി, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം കേട്ടോ. ശരി.